താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ 44 കോടി രൂപയുടെ വികസന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് രജിത മനോജ് അവതരിപ്പിച്ചു. പാർപ്പിടത്തിനും ഉൽപാദന മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വികസന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് രജിത മനോജ് അവതരിപ്പിച്ചു. 44 കോടി 1,86,780 രൂപ വരവും 43 കോടി 70,76,560 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണിത്. ബഡ്ജറ്റിലെ മുൻഗണന നൽകിയിട്ടുള്ള പ്രധാന മേഖലകളും അവയുടെ വകയിരുത്തുകളും. ഒന്നാമത്തേത് പാർപ്പിട മേഖല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് വീട് വാസയോഗ്യമാക്കുന്നതിന് നമ്മുടെ പഞ്ചായത്ത് വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. ഇനി അത്തരത്തിൽ ആരെങ്കിലും ഭവനരഹിതരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം മേഖലകളിലേക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. പാർപ്പിട മേഖലയ്ക്ക് നമ്മൾ 6 കോടി 50 ലക്ഷമാണ് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ബഡ്ജറ്റാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. ഭവന നിർമ്മാണ മേഖലയ്ക്കായി 6.50 കോടി രൂപയും ഉൽപാദന മേഖലയ്ക്കായി 1 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി. ബാലസൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടൊപ്പം ശുചിത്വം, കൃഷി, കുടിവെള്ളം എന്നിവയ്ക്കും ബഡ്ജറ്റ് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. വയോജന ക്ഷേമത്തിനും പാലിയേറ്റീവ് കെയറിനുമായി 71 ലക്ഷത്തിലധികം രൂപ മാറ്റിവെച്ചു. തനത് വരുമാന വർധനവിനായി നികുതി ഘടന പരിഷ്കരിക്കാനും ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോതനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനിരൂപ്, ശ്രീജ മണികണ്ഠൻ, രവീന്ദ്രൻ എന്നിവരും ബ്ലോക്ക് മെമ്പർമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. CCV ന്യൂസ്, പാഞ്ഞാൾ.